രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. കേരള രാഷ്ട്രീയത്തിലെ വമ്പന്മാരുടെ മുഖം മൂടി അങ്ങോട്ട് വലിച്ചു കീറാൻ പോകുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം സുഹൃത്തുക്കളെ. കുറെ നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു ഒരു സോഷ്യൽ റിലവൻറ്റ് കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഊർജ്ജസ്വരരായിട്ടിരുന്ന് നിങ്ങളുടെ വീഡിയോ അങ്ങോട്ട് മൊത്തം കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പ്രിയങ്കരരായ എൻ്റെ സുഹൃത്തുക്കളെ. അറിയാലോ എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില്, നമ്മുടെ രാഹുൽ ഈശ്വർ, അല്ല ഇവർക്കൊക്കെ മുമ്പ് വേറൊരാളുണ്ടായിരുന്നല്ലോടേ. ആ കേസ് മാത്രം എന്താ എങ്ങും എത്താതെ മുങ്ങി കളിച്ചോണ്ടിരിക്കുന്നത് മറന്നുപോയാ നിങ്ങൾ? എല്ലാവരും മറന്നു കാണും, ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മുടെ വീണ ഓർമ്മയുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പിടുവാമൻ്റെ മോളുടെ ഒരു കേസ് എവിടെയത്? ഒരുപാട് പീഡനങ്ങളും ഒരുപാട് കുൽസിതങ്ങളും വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിണുമാമൻ്റെ മോളുടെ കേസ് മാത്രം, അതും കോടികളുടെ തട്ടിപ്പ്, അത് മാത്രം എവിടെയത്? അതോ ഇനി അത് മുക്കിക്കളയാൻ വേണ്ടിയിട്ടാണോ ഇടക്കിടക്ക് ഓരോരോ ഇങ്ങനെ വറ്റുകൾ നമ്മുടെ പിണുമാമ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്? ഓരോന്നോരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു സംശയമാണ്. ഇപ്പം ഇന്ന് രാവിലെ അറിഞ്ഞു കാണുമായിരിക്കും, രാഹുൽ ഈശ്വറിനെ നേരെ കൊണ്ടുപോയിട്ടുണ്ട് മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലേക്ക്. നമ്മുടെ വീണമോളുടെ കാര്യത്തിൽ മാത്രം ഇത്ര സ്പീഡൊന്നും കാണുന്നില്ലല്ലോടെ. സ്പീഡായിട്ട് ചിലപ്പോൾ ഒരു 1-2 ആഴ്ച ഓടും, അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സഡൻ ബ്രേക്കിൽ ഇങ്ങനെ നിന്ന് കളിക്കുക, ഇങ്ങനെ ഇരിക്കുക, മുന്നോട്ട് പോകത്തില്ല. ആ കേസ് മാത്രം എന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ മാങ്കൂട്ടത്തിലണ്ണൻ്റെ കാര്യം, മാങ്കൂട്ടത്തിലണ്ണൻ അത്ര നല്ല ഡീസൻറ്റ് മോനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അണ്ണന് അവീതം ഉണ്ടായിരുന്നിരിക്കും, മനസ്സിലായില്ലേ? അണ്ണൻ ചിലപ്പോൾ ഇച്ചിരി ഉത്സവത്തിൻ്റെ ഒക്കെ ആളായിരിക്കും, നല്ല ഒന്നാം തരം ഒരു കോഴിയായിരിക്കും. അതിലൊന്നും പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഞാനില്ലടേ. അല്ല പിന്നെ ഞാൻ ആലോചിച്ചു, ഇപ്പം പുള്ളിയെ സപ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പം? അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്നവന്മാരൊരുത്തനും കോഴികളല്ലേ. ഒരു പെണ്ണിനെ കണ്ടാൽ പുറകെ പോകത്തില്ലേ? അല്ല എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. എല്ലാവരും പരിശുദ്ധന്മാരാണോ? ഒരു പെൺകുട്ടി അതുവഴി പോയാൽ ഇങ്ങനെ പോലും നോക്കത്തില്ലേ? അല്ല എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അല്ല കഥകളൊക്കെ പറയുന്നവന്മാരൊക്കെ വലിയ മാന്യന്മാർ. നാം പറയും, നാം നല്ല വൃത്തിക്ക് പറയും. നാം അത്ര മാന്യനൊന്നും അല്ലടേ, പിടികിട്ടിയില്ല. എനിക്കതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ മാങ്കൂട്ടത്തിലെ കുറ്റം പറയാൻ തോന്നിയില്ല. പിന്നെ പുള്ളി കോഴിയല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കോഴിയായിരിക്കും, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ചേച്ചിയുടെ പേരൊന്നും പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ വന്ന് വിളിച്ചോണ്ടങ്ങ് പോകും. അപ്പം ഈ ചേച്ചി, നമ്മുടെ മാങ്കൂട്ടത്തിൽ അണ്ണനെതിരെ കേസ് കൊടുത്ത ചേച്ചി പറയുന്നുണ്ടായിരുന്നല്ലോ, പലയിടങ്ങളിൽ കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു, വയറ്റിനകത്തുണ്ടായിരുന്ന കുഞ്ഞു ജീവനെ അവരില്ലാതാക്കി എന്നൊക്കെ. അല്ല ചേച്ചി, ഒരു സ്ഥലത്ത് വിളിച്ചോണ്ട് പോയി മറ്റേ ബലം പ്രയോഗിച്ചു കൊണ്ടിട്ട് പീഡിപ്പിച്ചാൽ അതിനെ പീഡനമെന്ന് പറയാം. അതിനുശേഷം ഈ പല സ്ഥലത്ത് അത് ചേച്ചി കൂടെ ചെന്നിട്ടായിരിക്കത്തില്ലേ? ചേച്ചി എന്തിനാ ഇങ്ങനെ കൂടെ ചെല്ലാൻ ചെന്നത്? അല്ല ചെല്ലാൻ നിന്നു കൊടുത്തത്? അല്ല എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. കൂടെ അങ്ങ് പോകാം, പലതും കാണിക്കാം, സോക്കേടൊക്കെ തീർക്കാം. എല്ലാം തീർത്ത് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു മോളെ വേണ്ട മോളെ മതിയായി, നമുക്ക് പിരിയാം മോളെ, എനിക്ക് അടുത്ത പോണം മോളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവൻ പ്രശ്നക്കാരൻ, അവൻ മാത്രം പ്രശ്നക്കാരൻ. അവനെ പ്രശ്നക്കാരൻ എന്ന് വിളിച്ചോ, അല്ലാന്ന് ഞാൻ പറയത്തില്ല, പ്രശ്നക്കാരൻ തന്നെയാണ്. നൈസായിട്ട് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ ഒഴിവാക്കുന്നവിടം വരെ രണ്ടുപേരും ഒന്നിച്ചല്ലായിരുന്നോ കലാപരിപാടിക്കൊക്കെ? അല്ല പിന്നെ ഒഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത്ര അങ്ങോട്ട് നിങ്ങളും അടുത്ത ആളുടെ പുറകെ ഇനി അതെല്ലാം കെട്ടണമെന്നുള്ളൊരു മൂടാണെങ്കിൽ പറയണം. പുള്ളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കെട്ടുക, ഇല്ലെങ്കിൽ ഇപ്പം നിർബന്ധിച്ച് കെട്ടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ചേച്ചി. പക്ഷെ അതിനൊക്കെ പകരം ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നേരിടുന്ന ഒരു കളിയുണ്ടല്ലോ, അതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? സംസാരിക്കാം. രാഹുൽ ഈശ്വറിനെ ഇന്ന് രാവിലെ പൊക്കിക്കൊണ്ടുപോയത് നിങ്ങൾ അറിഞ്ഞല്ലോ, ഇന്നലെ രാത്രിയിലെ പൊക്കി. പക്ഷെ രാഹുൽ ഈശ്വർ ഇന്നലെ ഒരു മണ്ടത്തരമൊക്കെ കാണിച്ച് ലൈവൊക്കെയുടെ പോലീസുകാർ പുറത്തിരിക്കുക. പോലീസുകാരെ കാണിച്ചിട്ട് കണ്ട, അതെ പോലീസുകാർ പുറത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, അവന്മാരിവിടെ എടുക്കാൻ വന്ന ലാപ്ടോപ്പ് ഞാൻ കൊടുക്കത്തില്ല, ഞാൻ ഇവിടെ ആ പുതപ്പിൻ്റെ അടിയിൽ ഞാൻ ഒളിപ്പിച്ചു വെക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ചിട്ട് പോലീസുകാരോടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അപ്ലോഡ് ചെയ്തേക്കുന്നു. രാഹുൽ ഈശ്വർ നല്ല ഒന്നാം തരം കഴിവുള്ള, കഴിവെന്ന് ഞാൻ പറയുന്നില്ല, അറിവുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോലൊന്നും അല്ല.
പുള്ളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും ഒരു മാങ്ങാണ്ടി അറിയത്തില്ല. അത്രയും അറിവുള്ളൊരു മനുഷ്യനായിട്ട് തന്നെ അറിവുള്ളവന്മാര് മണ്ടത്തരം കാണിക്കത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നല്ല ഒന്നാമത്തെ മണ്ടത്തരമാണ് പുള്ളി ഇന്നലെ രാത്രി കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അതൊക്കെ പോട്ടെ, അറിയായിരിക്കുമല്ലോ അല്ലേ, മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഈ രാഹുൽ ഈശ്വർ നല്ല കനത്തിൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അറിയാലോ. മാങ്കൂട്ടത്തിന്റെ അല്ല, നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ നമ്മുടെ ഇതാണ് പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു. വളരെ മാന്യനായ, റെസ്പെക്റ്റബിളായി എനിക്ക് തോന്നിയ ഒരു വ്യക്തി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ്. ഇതൊരു ജനറേറ്റഡ് പിക്ചറാണ്. അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല. ആരും ഇതിനെ കേസൊന്നും എടുക്കാൻ പോണില്ല. പക്ഷേ സംഗതി വേറൊന്നും അല്ലടേ, രാഹുൽ ഈശ്വറിന്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ തൊരാന്നും പറഞ്ഞു കണ്ട. രാഹുൽ അറസ്റ്റിനായി പിണറായി അടുത്ത സരിത എത്തി, വരൂ മലയാളി നമുക്ക് പോരാടാം, ഞാൻ ആ സ്ത്രീയുടെ ഭർത്താവുമായി സംസാരിച്ചു, തൊരാന്നും പറഞ്ഞ് മീഡിയ മറച്ചു വെക്കുന്ന സത്യം പെൺകുട്ടി ഇങ്ങനെ അങ്ങ് വീഡിയോ ഇട്ടോണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 10-16 വീഡിയോ എങ്ങാണ്ട് നമ്മുടെ രാഹുലേട്ടൻ ഇട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടെന്നും പറഞ്ഞപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പം കാണുമല്ലോ, ചില ചേട്ടന്മാർക്ക് കുഴപ്പം കാണും. ആ കുഴപ്പത്തിന്റെ പേരിലാണല്ലോ അണ്ണനെ തൂക്കിയത്. ഇന്ന് രാവിലെ കണ്ടല്ലോ, രാഹുൽ 21 മണിക്കൂർ മുമ്പ് രാഹുൽ 100% ജയിക്കും, പക്ഷെ ആ പെണ്ണിനെ പോലെ മുസ്ലിങ്ങളോട് ചോദ്യം മീഡിയ വണ്ണെങ്കിലും ജനൻ ടിവിയുടെ പേര് പറഞ്ഞോ രാഹുൽ. എന്താണ് രാഹുൽ തെളിവുകളുമായി കോടതിയിൽ പകച്ച് വ്യാജ പരാതിക്കാരി മേടിച്ച് കാണും, അത് വേറെ കാര്യം. കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്ക് ഇത് കണ്ട, ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഒരുപാട് വീഡിയോ രാഹുൽ ഈശ്വർ നമ്മുടെ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രാഹുൽ ഈശ്വർ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല അറിവുള്ള ഒരാളാണ്. പക്ഷെ പുള്ളി ഇരുന്നങ്ങ് ഒന്നും നോക്കത്തില്ല, പുള്ളി കയറി അങ്ങ് അടിക്കും. പുള്ളി ബാറ്റ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ പുള്ളി അടിക്കുന്ന മൊത്തം 6 ആയിരിക്കും. പക്ഷെ ഈ 6 പോകുന്നതിൻ്റെ ഇടയ്ക്ക്, അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി ശ്രദ്ധിക്കാതെ ഒന്ന് കൊട്ടിയിട്ട് ഓടാൻ ശ്രമിക്കും. അപ്പൊ പുള്ളി ബൗൾഡ് ആവും. മനസ്സിലായോ? അടിച്ചുകൊണ്ടിരിക്കുക, ഒരു ഫോമിൽ നിൽക്കുക, അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു കൊട്ടിക്കളി കളിക്കാൻ നോക്കും. അപ്പോഴാണ് പുള്ളിക്ക് പണി കിട്ടുന്നത്. ഇതിന് മുമ്പ് നമ്മുടെ ദിലീപിന്റെ ഇഷ്യൂവിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, പണ്ട് രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തെ ഈ അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് ജസ്റ്റ് സ്റ്റാർട്ടിങ് ലെറ്റർ പുള്ളിയുടെ വായിൽ നിന്നൊന്ന് വീണുപോയി. അന്ന് പുള്ളിയെ ലോക്ക് ചെയ്തായിരുന്നു. അതിനുശേഷം അതിജീവിത എന്ന് പറഞ്ഞാണ് പുള്ളി സംസാരിച്ച് പോയത്, പക്ഷെ അന്ന് പുള്ളിയെ ലോക്ക് ചെയ്തു. അതുപോലെയാണ് ഇപ്പോൾ ഈ കേസിൽ വന്നിരിക്കുന്നത്. കാരണം ഇതിലെ പരാതിക്കാരി ഇത് കുറേ അങ്ങോട്ട് തപ്പിക്കിഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് മാത്രം കുത്തിക്കയറ്റി വിട്ടേക്കുന്ന ഒരു കേസ്, അത് ഓഫ്കോഴ്സ് ഇതെങ്ങും എത്തത്തില്ല. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ ഒരു കാര്യമായിട്ട്, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രം ഇറക്കി വിട്ടിരിക്കുന്ന ഒരു കേസ് ഇത് നാറും. ഇത് പണ്ടൊക്കെ നമ്മുടെ സരിത കേസ്, ഉമ്മൻചാണ്ടി സാറ് ചെറുതായിട്ടൊന്നും അല്ല മനുഷ്യൻ. ഞാൻ പല എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്. എൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പം രാഷ്ട്രീയമില്ല. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത് ഞാൻ എടുത്തൊക്കെ കുഴിച്ചു മൂടി. എൻ്റെ രാഷ്ട്രീയം അതിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ പേഴ്സണലി എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പുള്ളിയോട് ഒരു നല്ല വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ വ്യക്തിയെ സരിതയുടെ പേരും പറഞ്ഞു എടുത്ത് വച്ച് എന്തൊക്കെ കാണിച്ചു ആ മനുഷ്യനെ, എന്തൊക്കെ കാണിച്ചു. അവസാനം എന്തായി? അതുപോലെയാണ് മാങ്കൂട്ടത്തിൻ്റെന്ന് ഞാൻ പറയുന്നില്ലേ. കാരണം ഇവിടെ അണ്ണൻ മാങ്കൂട്ടത്തില ഇച്ചിരിയൊക്കെ ടുട്ടു ഇതുണ്ട് അണ്ണന്, ഇല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഈ പറയുന്നവന്മാരെല്ലാം അത്ര ഡീസൻറ്റുകളാണോടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ ഈ കേസ് എന്തിനാ കുത്തിപ്പൊക്കിയേക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോ ചിലപ്പോൾ 5 പേരായിരിക്കും കാണുന്നത്, 10 പേരായിരിക്കും കാണുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഇപ്പം ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ആളി കത്തിച്ചു. പക്ഷേ ഇവിടെ ഒന്നും അല്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ കംപ്ലീറ്റ്ലി 100% അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ ചേച്ചിയുടെ കേസ് ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. നമ്മുടെ പിണറായിയുടെ പ്രിയ പുത്രിയുടെ ആ ഒരു കേസിൽ അന്ന് തൊട്ട് അത് മുക്കിക്കളയാൻ വേണ്ടി സൈഡിൽ കൂടെ പല തരത്തിലുള്ള പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അത് മുങ്ങി. ഇനി അത് പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മുക്കി. കാരണം മുക്കിയത്. അപ്പൊ പിന്നെ അത് പൊങ്ങുമോ? എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും രാഹുൽ ഈശ്വറിനെ ഇന്ന് രാവിലെ വന്ന് മുക്കിക്കൊണ്ട് പോകുന്ന കുറച്ച് വിഷ്വൽസ് ഒക്കെ ഉണ്ട്, നമുക്കതൊക്കെ കാണാം. രാഹുൽ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട് ഈശ്വരേട്ടൻ. അപ്പൊ ഈശ്വരേട്ടൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം.
എനിക്ക് തോന്നുന്നു ഡിവൈസ് എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പോൾ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ് ദീപ. ദീപ കൂടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിവൈസിനെ കുറിച്ച് തന്നെയാണ് ദീപയും പറയുന്നത്. അത് വീടിന്റെ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഈ സൈബർ അധിക്ഷേപം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. അല്ല, പോലീസുകാരൻ മാമന്മാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പുള്ളി മാധ്യമങ്ങളോട് സംസാരിക്കട്ടെ, അതിന് നിങ്ങൾക്കെന്താ ഇത്ര പ്രശ്നം? എന്താ സംസാരിക്കാൻ സമ്മതിക്കാതെ? തള്ളിപ്പിടിച്ചോണ്ടങ്ങ് പോവുകയാണല്ലോ. എന്തിന്? ഇപ്പൊ പുള്ളി അപ്പം തന്നെ അങ്ങോട്ട് തള്ളിപ്പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ലാപ്പ് എടുത്തില്ലെങ്കിൽ ലാപ്ടോപ്പ് എന്താ കത്തി പോവോ? അല്ലാതെ ചീഞ്ഞു പോവോ? എനിക്കറിയാൻ പാടില്ല. ഒരു മിനിറ്റ് മാധ്യമങ്ങളോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. മേളിൽ നിന്നുള്ള ഓർഡർ കാണും, അവന്റെ വാതുറപ്പിക്കല്ലേ, ഇനി കൊണ്ടുപോവാ, അതായിരിക്കും സംഗതി. അവനെ കൊണ്ട് ഇനിയും വീഡിയോ ഇടിയിപ്പിക്കരുത്, പണി വാളും. മനസ്സിലായോ? പുള്ളി ഇട്ടിലേക്ക് ഇവിടെ ഇടാം, പുള്ളിക്കും കൂടെ ചേർത്തിടാൻ നമ്മളുണ്ടോ? നമ്മൾ ഇടൂടോ? അല്ല, വീഡിയോ ചെയ്യുന്നതിനകത്ത് എന്താ കുഴപ്പം? ഞാൻ ഈ വീഡിയോയിൽ, എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ആ സ്ത്രീയുടെ ഫോട്ടോ വെക്കത്തില്ല. അവരെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. അതിനകത്ത് ഒരുത്തരും വായിക്കാത്ത സ്റ്റിച്ച് ഇടാൻ വരണ്ട. മനസ്സിലായില്ലേ? അത് നമ്മുടെ നിയമം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ജനങ്ങളെ കുരുക്കാനായിട്ട് ഇവിടുത്തെ നിയമം സ്ട്രോങ് ആണ്. ആവശ്യമുള്ള കാര്യത്തിലില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ മറ്റേ ഗോവിന്ദചാമിമാരൊക്കെ അങ്ങ് കുറഞ്ഞതാ വിചാരം. ഓരോ ദിവസവും കാണും എന്തെങ്കിലുമൊക്കെ വാർത്തകൾ ഇങ്ങനെയുള്ള ചില കഴപ്പന്മാരുടെ. എന്തേ ഇവിടുത്തെ നിയമം അത്ര അങ്ങോട്ട് മറ്റേ എല്ലാം അങ്ങ് ഉണ്ടാക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ക്രൈം റേറ്റ് കുറയുന്നില്ല? എന്തൊക്കെയാ നടക്കുന്നത്? ഇന്ന് രാവിലെ വേറൊരു വാർത്ത ഉണ്ട്. ഒരു അഡ്വക്കേറ്റും കണ്ട്, ഒരു അഡ്വക്കേറ്റ്, നിങ്ങൾ ആലോചിക്കണം, അവൻ്റെ അച്ഛനെ അമ്മയെ അടിച്ച് സെറ്റാക്കി കളഞ്ഞു കായംകുളത്തും കണ്ട്. ആ അച്ഛൻ മരിക്കുകയൊക്കെ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിയമം സ്ട്രോങ് ആയിട്ടാ. പേടിയാ ജനങ്ങൾക്കങ്ങ്. ആവശ്യമുള്ള കാര്യത്തിൽ കാണിച്ചു കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസിൻ്റെ പുറകെ പോവാതെ കോടികൾ മുക്കി അപ്പറേ. എവിടെയത്? മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇപ്പോൾ ഇവിടെ തെളിയിച്ചിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലടേ, ജനങ്ങൾക്കൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ആ കോടികൾ മുക്കിയവളെ പോയി ആ കോടികൾ എത്തിക്കിവിടെ ഖജനാവിനെ കൊണ്ട് കൊടുക്കത്, ജനങ്ങൾക്ക് ഉപകാരപ്പെടും. അയ്യോ, അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ പൊന്നളിയ, രാജ്യത്തെ സ്നേഹമില്ലാത്തവൻ, മുഖ്യമന്ത്രിയെ കരിവാരിത്തേക്കം നടക്കുന്നവൻ. കരിവാരിത്തേക്കൊന്നല്ല, സംശയങ്ങൾ ചോദിക്കുക. സംശയങ്ങൾ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുത്തരോട് ചെയ്യുന്ന പരിപാടി, അവൻ്റെ വീട്ടിൽ കയറുക, ലാപ്ടോപ്പ് അവനിട്ട വീഡിയോ പൊക്കുക, വീഡിയോകൾ അയക്കുക. എന്തുവാടേ ഇത്? ഇതല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. എന്തിന്? അല്ല, ഈ അതിജീവത എന്ന് പറയുന്നുണ്ടല്ലോ. ഈ കേസ് എന്തെങ്കിലും തെളിയുമ്പോൾ ഇപ്പൊ നമ്മുടെ മാങ്കൂട്ടത്തിൽ തെളിവൊക്കെ ആയിട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തെളിവുകൾ പുള്ളിയുടെ ഉള്ളതും പുള്ളി കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ തെളിവുകളും പുള്ളി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ കേസ് തെളിഞ്ഞു വരുമ്പം ഓക്കെ, മാങ്കൂട്ടത്തിൽ നിരപരാധി എന്ന് തെളിഞ്ഞു കഴിയുമ്പോൾ മാങ്കൂട്ടത്തിൽ ഇത്രയും അനുഭവിച്ചത്, ഇതിനാര് ഉത്തരവാദിത്വം പറയും? അതാണ് എൻ്റെ ചോദ്യം. ആര് പറയും? പുള്ളി അനുഭവിച്ചോട്ടെ. പരാതിക്കാരി അയ്യോ സ്ത്രീയാണേ, അവളെ സേഫ് ആക്കണേ, അതൊരുമാതിരി മറ്റേടത്തെ കുണച്ച പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ആണും പെണ്ണും എല്ലാം ഒന്ന്, അങ്ങനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ അങ്ങനെ പറ. മനസ്സിലായോ? നമുക്ക് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിപ്പ് കാണിച്ചു തരാം രാഹുൽ ഈശ്വറിൻ്റെ അവിടുത്തെ. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. രാഹുൽ പ്രതികരിക്കുന്നതാണ് കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്ത് സംഭവിച്ചാലും ശരി, പ്രഭാതം മുതൽ പ്രദോഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി താൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം രാഹുലിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. ഇനിയും വീഡിയോ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ 16 വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് അത് ഈ 16 വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ ചേച്ചി ഇത്ര വിഷമം? എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക.
അല്ല ഇതിപ്പം രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു. മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലുകൾ വാർത്തകൾ ചെയ്യുന്നില്ലേ? എന്തേ പൂട്ടിക്കാൻ പറ്റാത്തത്? അല്ല, എൻ്റെ സംശയമാണ്. ഇവിടെ ഒരു യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരൻ അവൻ കുറച്ച് സത്യങ്ങൾ തുറന്നടിച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ, അത് മാത്രം എന്താ ഇത്ര പെട്ടെന്ന് അങ്ങ് കൊള്ളുന്നേ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്താ കൊള്ളുന്നത്? ഞാൻ വീണ്ടും ഇതെല്ലാം പറയുമ്പോഴും ഞാൻ പറയും, രാഹുൽ മാങ്കൂട്ടത്തിലെ ഞാൻ ഒരുപാടൊന്നും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം പുള്ളിയുടെ കയ്യിൽ ഉണ്ടടേ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. എന്ന് വെച്ചിട്ട് പുള്ളിയെ മറ്റേ കല്ലെറിഞ്ഞ് അങ്ങ് ഇല്ലാതാക്കടേ, ആ ഒരു മൂഡിനോട് ഞാൻ യോജിക്കുന്നില്ല. പുള്ളിയുടെ ഭാഗത്തുള്ള ശരികൾ ചൂണ്ടിക്കാണിച്ച ഒരാൾ വരുമ്പോൾ അയാളുടെ വായ എന്തിനടപ്പിക്കുന്നു? ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച് വന്ന ആ സ്ത്രീ, അവരുടെ ഭാഗവും കൂടെ നമ്മളൊന്ന് ചുറ്റിപ്പറ്റി വീക്ഷിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി പെശ കൊണ്ടല്ലോടാ എന്ന് തോന്നിയാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ എന്തിന് ഇത്ര അങ്ങോട്ട് നോക്കുന്നു? അതാണ് എൻ്റെ സംശയം. ഇതെല്ലാം പോട്ടെ, പഴയ കേസുകൾ എവിടെ മതി, ഇത്രേ ഉള്ളൂ. ക്ലിപ്പുകളൊന്നും എനിക്കിനി കാണിക്കാൻ താല്പര്യമില്ല. പോരെ നിങ്ങൾക്ക്? എവിടെ എലക്ഷൻ? ഇനിയും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിക്കും. ആ മൂടും കൊണ്ട് ഇനി ഇറങ്ങിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും വെറുപ്പിച്ച് ജനങ്ങളെ ഈ ഒരു വിഷയത്തിൽ, മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ, മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ തെറ്റുകളുണ്ട് എങ്കിൽ പോലും ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ കാണുമ്പം എൻ്റെ പൊന്നു പിണുച്ചേട്ടാ പുച്ഛം തോന്നുന്നു. പുച്ഛം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കട്ടെ. നമ്മളുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ നമ്മുടെ അഭിപ്രായങ്ങൾ. അതിൻ്റെ പേരിൽ അങ്ങ് വരുന്നതാണെങ്കിൽ വരട്ടെ, നമുക്ക് നാക്കി നോക്കാം. അല്ലേ? കൂടിപ്പോയാൽ എന്ത് ചെയ്യും? പിടിച്ചകത്തോണ്ടിടും. വീട്ടിൽ ചിലവാടി. അവിടെ പോയി കഴിഞ്ഞാൽ 3 നേരം ഫുഡ് കിട്ടും. അതൊക്കെ കഴിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ.